നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ ആകാംക്ഷ തുടരുന്നു. MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കാൻ VDയും ചെന്നിത്തലയും KCയും. നിയമസഭാ കക്ഷിയോഗം നാളെ. നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഇന്ന് കേരളത്തിലെത്തും. ചെന്നിത്തല ഡൽഹിയിൽ. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. MLA-മാരുടെ പിന്തുണയ്ക്കായി മത്സരമില്ലെന്നും എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും ചെന്നിത്തല. തിരഞ്ഞെടുപ്പിലെ ജയം UDF-ന്റെ മാത്രം നേട്ടം അല്ലെന്നും ജനാധിപത്യത്തിന്റെ വിജയമെന്നും G. സുകുമാരൻ നായർ. കഴിവുള്ളവർ മുഖ്യമന്ത്രിയാകണമെന്നും NSS ജനറൽ സെക്രട്ടറി. വിജയശില്പി KC വേണുഗോപാൽ എന്ന് വെള്ളാപ്പള്ളി നടേശൻ. തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ CPM CPI നേതൃയോഗങ്ങൾ തലസ്ഥാനത്ത്. CPM സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാതെ EP ജയരാജൻ. പ്രതിപക്ഷ നേതാവ് പിണറായി ആയില്ലെങ്കിൽ KN ബാലഗോപാലിന് സാധ്യത. പരാജയം പഠിച്ച് തിരുത്തി മുന്നോട്ടു പോകുമെന്നും BJP 3 സീറ്റ് നേടിയത് വലിയ വിപത്തെന്നും ബിനോയ് വിശ്വം. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാക്കി TVK. കോൺഗ്രസിന് പിന്നാലെ ഇടതു പാർട്ടികളുടെ പിന്തുണ തേടി. സർക്കാർ രൂപീകരണത്തിനായി TVK നൽകിയ കത്തിൽ ഗവർണറുടെ തീരുമാനം ഇന്നുണ്ടായേക്കും. ബംഗാളിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ മമത. നിയമവഴി തേടാൻ BJP. ഇറാനെതിരായ സൈനിക നടപടികൾ അവസാനിപ്പിച്ച അമേരിക്ക. ഹോർമുസിൽ കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുന്ന ദൗത്യം പ്രൊജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തിവെച്ചു. തീരുമാനം ഇറാനുമായി ധാരണയിൽ എത്തിയതിനാലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലക്ഷ്യങ്ങൾ പൂർത്തിയായെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. IPL ഇന്ന് പഞ്ചാബ് ഹൈദരാബാദ് പോരാട്ടം. മത്സരം രാത്രി 7:30 മുതൽ ഹൈദരാബാദിൽ. UEFA ചാമ്പ്യൻസ് ലീഗ് 2ാം സെമിയിൽ ഇന്ന് ബയേൺ മ്യൂണിക് PSG-യെ നേരിടും. ഇത്രത്തോളം തോൽവി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പരാജയം പഠിക്കും, തിരുത്തി മുന്നോട്ടു പോകും. BJP 3 സീറ്റ് നേടിയത് വലിയ വിപത്തെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. തോറ്റതിൽ മാറത്തടിച്ച് നിലവിളിക്കില്ല. എന്തെല്ലാം മാറ്റം വേണമോ അത് വരുത്തുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. പരാജയം സംഭവിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും അതോടെ കളവഴിഞ്ഞു പോകുന്നില്ല, മാറത്തടിച്ച് നിലവിളിക്കാനും പോകുന്നില്ല. ഞങ്ങളതിൻ്റെ പാഠങ്ങൾ പഠിക്കും, ഗൗരവമായി പഠിക്കും. എവിടെയെല്ലാം വീഴ്ചയുണ്ടായി, എന്തെല്ലാം കുറവുണ്ടായി, ഇതെല്ലാം നോക്കും. എന്നിട്ട് എന്തെല്ലാം മാറ്റം വേണമോ ആ മാറ്റങ്ങളെല്ലാം വരുത്തും. എവിടെയെല്ലാം തിരുത്തൽ വേണമോ ആ തിരുത്തലും വരുത്തും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും മുമ്പോട്ടേ പോകാൻ പറ്റും. ഞങ്ങളിവിടെ ഉണ്ടാകും, ജനങ്ങളുടെ കൂടെ. ആ തിരുത്തലൊക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഇത് ഞങ്ങളെല്ലാം കാണാം. MLA-മാരുടെ പിന്തുണയ്ക്കായി മത്സരമില്ലെന്നും എല്ലാം ഹൈക്കമാൻഡ് തീരുമാനമെന്നും രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായിരിക്കെയാണ് ചെന്നിത്തല ഡൽഹിയിലെത്തിയത്. മഹാരാഷ്ട്ര കോൺഗ്രസ് പുനഃസംഘടനാ ചർച്ചകൾക്കായാണ് എത്തിയതെന്ന് ചെന്നിത്തല പറഞ്ഞു. ഞാൻ മഹാരാഷ്ട്രയിൽ ഇന്ന് DCC പ്രസിഡന്റുമാരുടെ ഫൈനലൈസ് ചെയ്യുന്ന ദിവസമാണ്. രാഹുൽജിയോട് 11:30 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ വെച്ച് ഫൈനലൈസ് ചെയ്യും. ഇല്ല, അതുമായിട്ടൊന്നും ബന്ധമില്ല. അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്നിപ്പോൾ നിരീക്ഷകരായിട്ടുള്ള ശ്രീ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഇന്ന് അവർ കേരളത്തിലേക്ക് വരുന്നുണ്ട്. 3:30 മണിയുടെ ഫ്ലൈറ്റിൽ അവർ കേരളത്തിലേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാവരുമായി സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കും. അല്ല, ഞാൻ ഈ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട കാര്യം ഒരമർഷത്തിനും കാര്യമില്ല. ഇതൊരു പ്രോസസ്സാണ്. സാധാരണഗതിയിൽ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ വരുന്നു, അവരെല്ലാവരുമായിട്ട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഹൈക്കമാൻഡ് റിപ്പോർട്ട് കൊടുക്കുന്നു. പാർട്ടി നേതൃത്വം തീരുമാനമെടുക്കുക. അത് എപ്പോഴും ഉള്ള കാര്യമല്ലേ, പുതിയതായിട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ. ഒരു മത്സരത്തിന്റെ ആവശ്യമില്ല. എല്ലാവരും MLA-മാർക്കെല്ലാം കാര്യങ്ങൾ അറിയാവുന്നവരാണ്. അത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തീരുമാനമെടുക്കും. സംസ്ഥാന കോൺഗ്രസിൽ
മുഖ്യമന്ത്രി ചർച്ച സജീവമായി നടക്കുന്നുണ്ട്. നിയമസഭാ കക്ഷി യോഗം നാളെ ചേരും. ACC നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഇന്ന് കേരളത്തിലെത്തും. MLA-മാരുടെ അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിക്കും. കൂടുതൽ വിവരങ്ങളുമായി എബി ചേരുകയാണ്. എബി, ഈ ഹൈക്കമാൻഡിന്റെയും MLA-മാരുടെയും പിന്തുണ നേടിയെടുക്കാനുള്ള വലിയ ശ്രമമാണല്ലോ സംസ്ഥാനത്ത് നടക്കുന്നത്. അത് KC-യുടെ ഭാഗത്തു നിന്നും PD-യുടെ ഭാഗത്തു നിന്നും ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ആർക്കാണ് നറുക്ക് വീഴുക? എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്? വലിയ രീതിയിലുള്ള തർക്കം ഈ മൂന്ന് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏത് തരത്തിലുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനിരിക്കുന്നത്. ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള വാദം ഈ മൂന്ന് നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നു. അത് തങ്ങൾക്ക് തന്നെയാണ് ഈ ഒരു സ്ഥാനത്തിന് അർഹത എന്നുള്ളത് തന്നെയാണ് ഇവർ മൂന്ന് പേരും പറയുന്നത്. ഇത് അവരുടെ വാദത്തിൽ നിന്നും ഒട്ടും തന്നെ പിന്നോട്ട് പോകാനായിട്ട് അവർ തയ്യാറാകുന്നുമില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെ. എന്തായാലും രമേശ് ചെന്നിത്തല ഇന്ന് തൻ്റെ നിലപാട് അവിടെ ഹൈക്കമാൻഡിൽ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ ഒരു നിലപാട് പറയുന്നതിന് വേണ്ടിയല്ല, മറിച്ച് മറ്റ് പാർട്ടി പ്രവർത്തനങ്ങളുമായി ഭാഗമായിട്ടാണ് എത്തിയത്. ഇതൊക്കെയും തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ് എന്നുള്ളത് പുറമേ പറയുമെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും ശക്തമായ രീതിയിൽ ഈ നേതാക്കൾ എല്ലാവരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. KC വേണുഗോപാൽ അദ്ദേഹവും ഈ ഒരു മത്സരത്തിൽ ഉണ്ട്, സജീവമായി തന്നെ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു വയ്ക്കുന്നു. ആ നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അതിൽ നിന്നും അദ്ദേഹം പിന്മാറുന്നില്ല എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു സമിതിയെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ആ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. പങ്കെടുക്കാതിരുന്നത് അത് അതിൻ്റെ ആ അർത്ഥം വ്യക്തമാക്കുന്നുണ്ട്. ഞാനും ഈ ഒരു റേസിൽ പങ്കാളിയാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞതും. ആ നിലയ്ക്കുള്ള ഒരു വിശദീകരണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അന്നും ഉണ്ടായത്. എന്തായാലും ശക്തമായ മത്സരം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ജനങ്ങളുടെ പിന്തുണ, ഒപ്പം തന്നെ ജനങ്ങളുടെ ഒരു പൊതുവികാരം എന്ന് പറയുന്നത് സതീശൻ അനുകൂലമായിട്ടാണ്. ആ നിലപാട് തന്നെ സതീശൻ ഉറച്ചു നിൽക്കുന്നു. എന്തായാലും ഇനിയിപ്പോൾ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു, 2-അംഗ സമിതി. അവർ വന്ന് തീരുമാനം എടുക്കും. അതനുസരിച്ചുള്ള നടപടികളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. എന്തായാലും മുഖ്യമന്ത്രി ആരായിരിക്കും സംസ്ഥാനത്ത് അടുത്തത് എന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷയുണ്ട്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്ന കാര്യത്തിലുമുണ്ട് പൊതുജനത്തിന് അങ്ങനെ ഒരു ആകാംക്ഷ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം CPM-ന്റെയും CPI-യുടെയും സംസ്ഥാന സെക്രട്ടേറിയറ്റുകളൊക്കെ ചേരുകയാണല്ലോ തിരുവനന്തപുരത്ത്. എങ്ങനെയാണ് യോഗങ്ങൾ പുരോഗമിക്കുന്നത്? ഒപ്പം ഇന്നത്തെ CPM-ന്റെ സെക്രട്ടേറിയറ്റിൽ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം അത് പ്രതീക്ഷിക്കാം അല്ലേ? ഇത് ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക്, അത് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് സംസ്ഥാന സെക്രട്ടറി ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണുക. ആ ഒരു പ്രസ് മീറ്റിൽ ഉറപ്പായും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അത് ഒരു സ്വാഭാവികമായിട്ടൊരു നടപടിക്രമം മാത്രമായിരിക്കും. അത് കാരണം ഈ സഭ ചേരുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാത്രം മതിയാകും, അല്ലെങ്കിൽ തിടുക്കപ്പെട്ട അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല. ഏതായാലും ഇത് പിണറായി വിജയൻ തന്നെ ആ ഒരു സ്ഥാനത്തേക്ക് വരട്ടെ എന്നുള്ള ഒരു ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തണം. ഒപ്പം തന്നെ ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരുന്നു, സംസ്ഥാന സമിതി ചേരാനുണ്ട്, സംസ്ഥാന കമ്മിറ്റി ചേരാനുണ്ട്, തുടങ്ങിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയുമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്കാണ് പ്രതികരണം കനത്ത തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം CPM-ന്റെയും CPI-യുടെയും സംസ്ഥാന സെക്രട്ടേറിയറ്റുകൾ നടക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്ത ശേഷം ശൈലജ ടീച്ചർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ മൈക്ക് വെച്ചിരിക്കുന്നു. ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം. We will find out the reason and we will correct everything and we will work hard for the people and I hope we can come back. Teacher, 3 seats have been won by NDA also. How do you look at that? Yes, NDA opened situation in Parliament, Assembly, and that also we are discussing about everything. Okay? And was there any kind of a vote consolidation? എനിക്ക് നോക്കാം, ഇല്ലില്ല. വീണ്ടും എബിയിലേക്ക് പോവുകയാണ്. എബി, സെക്രട്ടേറിയറ്റ് നടക്കുകയാണല്ലോ അവിടെ. അതിനിടയിലാണ് ശൈലജ ടീച്ചർ പുറത്തേക്ക് വന്നത്.
മാധ്യമങ്ങളോട് സംസാരിക്കുന്നു കണ്ടു. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? തീർച്ചയായും ഇത് വലിയൊരു പരാജയം തന്നെയാണ്. ആ പരാജയത്തെക്കുറിച്ച് കൃത്യമായിട്ടൊരു പഠനം നടത്തും, അത് പരിശോധനയ്ക്ക് വിധേയമാക്കും, വലിയ രീതിയിൽ തന്നെ തിരിച്ചറിവ് നടത്താൻ കഴിയും. അതാണ് പാർട്ടിയുടെ സംവിധാനം എന്ന് പറയുന്നത്. ആ നിലയ്ക്കുള്ള ഒരു തിരിച്ചറിവ് നടത്താനുള്ള സാധ്യതകൾ ഉണ്ടാവും. എന്തായാലും പരിശോധനകൾ, ഈ പരാജയത്തെക്കുറിച്ചുള്ള പരിശോധനകൾ സ്വാഭാവികമായും ഉണ്ടാകും. അതിനെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ യോഗത്തിലും പ്രധാന ചർച്ചാ വിഷയമാകുന്നതും അതുതന്നെയാണ് എന്നുള്ള തീരുമാനം, അല്ലെങ്കിൽ ആ ഒരു വിവരമാണ് അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ശക്തമായി തന്നെ തിരിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ നിലയ്ക്ക് തന്നെയുള്ള പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും ടീച്ചർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇന്നിപ്പോൾ ചേർന്നിരിക്കുന്ന യോഗം, അതിനുശേഷവും ഇനിയും തുടർ യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് വാർത്താസമ്മേളനം നടക്കുക. അതിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി തന്നെ വിശദീകരിക്കുമായി. ആ വാർത്താസമ്മേളനത്തിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. മായ, ശരി, എബിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. CPM-ന്റെ തെറ്റുതിരുത്തൽ അതര വ്യായാമം മാത്രമാണെന്നും ഇക്കാലം വരെ CPM തെറ്റുതിരുത്തിയിട്ടില്ല എന്നും തന്റെ അനുഭവം അങ്ങനെയാണെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. നേതൃത്വം മാറണമെന്ന് പറയാൻ താൻ ആളല്ല. PV അൻവറിന്റെ നീക്കങ്ങളുമായി സഹകരിക്കില്ലെന്നും അൻവർ തന്നെ കാണാൻ ശ്രമിച്ചെങ്കിലും താൻ കൂട്ടാക്കിയില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു. കഴിവുള്ളവർ മുഖ്യമന്ത്രിയാവട്ടെ എന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. NSS ആരുടെയും പേര് പറയില്ല. ആര് മുഖ്യമന്ത്രിയാകണമെന്ന് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ. ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ്. ചിലർ അവകാശപ്പെടുന്നുണ്ട് അവരുടെ മാത്രം മിടുക്കുകൊണ്ടാണ് വിജയമുണ്ടായതെന്ന്. ജനങ്ങൾ പൊറുതിമുട്ടി ഒരു മാറ്റം വരാൻ വേണ്ടി വോട്ട് ചെയ്തു. അത് കോൺഗ്രസിനും UDF-നും അനുകൂലമായി പ്രതിഫലിച്ചു എന്നേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാട് തന്നെയാണ് ഉണ്ടായിരുന്നത്. VD സതീശന്റെ ചില നിലപാടുകളോടുള്ള വിയോജിപ്പ് ഇപ്പോഴും ഉണ്ട്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന് കരുതുന്നില്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു. ചിലരൊക്കെ അവകാശപ്പെടുന്നുണ്ട് അവരുടെ മാത്രം മിടുക്കൊണ്ടാണ് ഇതുണ്ടായത്. ഒന്നുമല്ല, ജനങ്ങൾ പൊറുതിമുട്ടി ഒരു മാറ്റം വരാൻ വേണ്ടി ചെയ്ത വോട്ട് അത് കോൺഗ്രസിനും UDF-നും പ്രതിഫലിച്ചു എന്നുള്ളതുള്ളൂ. ഭരണവിരുദ്ധ വികാരം എന്നല്ല, രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ അതിനകത്തുള്ള ഒരു ആഭ്യന്തര പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണെന്നും അതിൽ സാമുദായിക സംഘടനകൾക്ക് ഇടപെടേണ്ട കാര്യമില്ല എന്നും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സമുദായങ്ങൾ ഇത്തരം രാഷ്ട്രീയ തീരുമാനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. ഇന്ത്യയിലെ കരുത്തനായ നേതാവായ KC വേണുഗോപാലിന് ഡൽഹിയിലിരുന്ന് കേരളം ഭരിക്കാൻ ശേഷിയുണ്ട്. എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയം കറുകപ്പുല്ല് പോലെയാണെന്നും അത് തിന്നാൻ അദ്ദേഹം ഇങ്ങോട്ട് വരുമെന്ന് കരുതുന്നില്ല എന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണം താനാണെന്ന് പറയുന്നവർ ദുഷ്ടബുദ്ധികളാണെന്നും ഇതിനു പിന്നിൽ മുസ്ലിം ലീഗ് ആണെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. പിന്നെ MLA-മാരുടെ വേണുഗോപാലിന് ഏറ്റവും കൂടുതൽ ഭരണപരിചയമുള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക്. പിന്നെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നല്ലപോലെ പ്രകടനം കാഴ്ചവെച്ച ആളെന്നതിൽ ഈ സതീശന് ആകണമെന്നും അതിന് മുസ്ലിം ലീഗിൻ്റെ രഹസ്യ ഒത്താശ ഉണ്ട്. പ്രതിപക്ഷ നേതാവായിരുന്നു, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. സതീശൻ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു. കേന്ദ്രത്തിലും സംസ്ഥാനത്തും അധികാരമില്ലാതിരുന്ന നീണ്ട ഒരു പതിറ്റാണ്ടിന് ശേഷം UDF കേരളത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കുമ്പോൾ രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രം മലപ്പുറത്തെ പാണക്കാട് കൊടപ്പനക്കൽ തറവാടാണ്. സംസ്ഥാന ഭരണത്തിലും UDF-ലും നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പാണക്കാട് തങ്ങൾക്കുള്ള സ്വാധീനം വരും ദിവസങ്ങളിൽ വർദ്ധിക്കും. പതിറ്റാണ്ടിന് ശേഷം സംസ്ഥാന ഭരണത്തിലേക്ക് UDF തിരിച്ചെത്തുമ്പോൾ പാണക്കാട് കൊടപ്പനക്കൽ വീട് വീണ്ടും സജീവമാവുകയാണ്. മുസ്ലിം ലീഗ് അധ്യക്ഷന്റെ വസതി എന്നതിലുപരി UDF-ന്റെ രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുന്ന പവർ സെന്ററായി നേരത്തെ തന്നെ കൊടപ്പനക്കൽ തറവാടുണ്ട്. അധികാരമില്ലാതിരുന്ന 10 വർഷവും UDF-ന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിലും നയപരമായ തീരുമാനങ്ങളിലും പാണക്കാട് തങ്ങൾ ഇടപെട്ടിരുന്നു. എന്നാൽ ഭരണത്തിലേക്ക് എത്തുമ്പോൾ ഈ ഇടപെടലുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൈവരുന്നു. നിയുക്ത MLA-മാരുടെ ഒഴുക്കാണ് ഇപ്പോൾ തന്നെ പാണക്കാട്ടേക്ക്.
അനുഗ്രഹത്തിനും ആശീർവാദത്തിനുമൊപ്പം വരാനിരിക്കുന്ന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളും പാണക്കാട് കേന്ദ്രീകരിച്ച് തുടങ്ങിക്കഴിഞ്ഞു. സെക്രട്ടേറിയറ്റിനും ക്ലിഫ് ഹൗസിനും ഒപ്പം തന്നെ പ്രാധാന്യത്തോടെ ഇനി കേരളം കൊടപ്പനക്കലയിലേക്ക് ഉറ്റുനോക്കും. വിവാദങ്ങളെ തന്മയത്വത്തോടെ പരിഹരിക്കുന്ന പാണക്കാട് ശൈലി ഭരണത്തിലും പ്രതിഫലിക്കും. മുൻപ് കെ കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള മുഖ്യമന്ത്രിമാർ നിർണായക ഘട്ടങ്ങളിൽ പാണക്കാട്ടെത്തി കൂടിയാലോചനകൾ നടത്തിയിരുന്നത് കേരള രാഷ്ട്രീയത്തിലെ സ്ഥിരം കാഴ്ചയായിരുന്നു. ആ പതിവ് ഇനി പുനരാരംഭിക്കും. ഭരണപരമായ തീരുമാനങ്ങളിൽ പാണക്കാട് തങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മുമ്പത്തെക്കാളും വലിയ സ്വീകാര്യത ലഭിക്കുമെന്നത് രാഷ്ട്രീയ എതിരാളികളും ഉറ്റുനോക്കുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് വിജയം നൽകിയ ആവേശത്തിൽ പ്രവർത്തകർ ആഹ്ലാദിക്കുമ്പോഴും ഉത്തരവാദിത്തങ്ങളുടെ വലിയ ഭാരമാണ് കൊടപ്പനക്കൽ തറവാടിനെ കാത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിന്റെയും ഭരണത്തിന്റെയും ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന പ്രധാന കേന്ദ്രമായി പാണക്കാട് വീണ്ടും മാറും. അമൃത ന്യൂസ്, മലപ്പുറം. പശ്ചിമബംഗാളിൽ നാടകീയ രംഗങ്ങൾ തുടരുന്നു. രാജിവെക്കില്ലെന്ന തീരുമാനത്തിൽ ഉറച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി. വിഷയത്തിൽ ഗവർണർ ഇടപെട്ടേക്കും. 15 വർഷത്തെ ദുർഭരണം അവസാനിപ്പിക്കാനുള്ള ജനങ്ങളുടെ തീരുമാനം മമത അംഗീകരിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പശ്ചിമബംഗാളിൽ നാടകീയ രംഗങ്ങൾ തുടരുകയാണ്. തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടെങ്കിലും തോൽവി അംഗീകരിക്കാൻ തയ്യാറാകാത്ത മമതാ ബാനർജി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന നിലപാടിൽ തുടരുകയാണ്. BJPയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ജനവിധി അട്ടിമറിച്ചതാണെന്നും മുഖ്യമന്ത്രിയായി തുടരാൻ അവകാശമുണ്ടെന്നുമാണ് മമത വ്യക്തമാക്കിയത്. രാജി നൽകിയില്ലെങ്കിൽ മമതയെ ഗവർണർ ഇടപെട്ട് പുറത്താക്കാനാണ് സാധ്യത. ഗവർണർ RN രവി മമതാ ബാനർജിയുമായി സംസാരിച്ചേക്കും. നടപടികൾക്ക് മുൻപായി ബംഗാൾ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് കുമാർ അഗർവാൾ ലോക് ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ 15 വർഷത്തെ ദുർഭരണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് ജനങ്ങളാണെന്നും പരാജയം അംഗീകരിച്ച് മമതാ ബാനർജി പുറത്തു പോകണമെന്നും BJP ആവശ്യപ്പെട്ടു. ये भ्रम में न रहे कि उनका पैतृक संपत्ति है. जनता ने उनको 15 साल समय दिया, सिवाय भ्रष्टाचार और हिंसा के कुछ नहीं किए. लोगों का जीना हराम कर दिया. ममता बनर्जी क्या कह रही दुनिया को कोई मतलब नहीं है. दिलीप घोष क्या कह रहे हैं उसको सुनिए. അതേസമയം ബംഗാളിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകൾ BJPയിൽ പുരോഗമിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയുമാണ് കേന്ദ്ര നിരീക്ഷകർ. ഈ മാസം 9-ന് പുതിയ സർക്കാർ അധികാരമേൽക്കുമെന്നാണ് BJP വ്യക്തമാക്കിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് TVK നൽകിയ കത്തിന് ഗവർണർ ഇന്ന് മറുപടി നൽകിയേക്കും. ഉപാധികളോടെ വിജയ്ക്ക് പിന്തുണ നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പിന്തുണ തേടി CPIക്കും CPMനും TVK കത്ത് നൽകിയിട്ടുണ്ട്. നാളെ TVK സത്യപ്രതിജ്ഞ ചെയ്തേക്കും. വിജയെ ആദ്യഘട്ടത്തിൽ എതിർക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് DMK. വിശ്വാസ വോട്ടെടുപ്പിൽ നിന്ന് DMK വിട്ടുനിന്നേക്കും. ഭൂരിപക്ഷത്തിന് വേണ്ട 118 സീറ്റുകൾ തികയ്ക്കാൻ 11 സീറ്റുകൾ കൂടി ആവശ്യമുള്ള സാഹചര്യത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കമാണ് വിജയ് നടത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ്, CPM, CPI അടക്കമുള്ള പാർട്ടികളുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാനാണ് വിജയുടെ നീക്കം. TVKയ്ക്ക് ഉപാധികളോടെ പിന്തുണ നൽകാൻ കോൺഗ്രസിൽ ധാരണയായി. BJPയുടെയും NDA സഖ്യകക്ഷികളുടെയും പിന്തുണ തേടരുത് എന്ന ഉപാധിയാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. രാഷ്ട്രീയകാര്യ സമിതിയിലാണ് ഈ തീരുമാനം. TVK സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി കഴിഞ്ഞു. 5 സീറ്റുകളുള്ള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനങ്ങൾ വരെ ആവശ്യപ്പെട്ടേക്കാം. കോൺഗ്രസ് പിന്തുണയ്ക്കുന്നതോടെ TVKയുടെ സീറ്റ് നില 113 ആകും. TVKയ്ക്ക് പിന്തുണ നൽകുന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വങ്ങളുമായി ആദ്യം ചർച്ച ചെയ്യുമെന്നാണ് CPM, CPI കേന്ദ്ര നേതാക്കളുടെ നിലപാട്. നിലവിലെ സാഹചര്യത്തിൽ വിജയെ പിന്തുണയ്ക്കണമെന്ന അഭിപ്രായത്തിനാണ് മുൻതൂക്കം. ആദ്യഘട്ടത്തിൽ വിജയെ എതിർക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് DMK. TVK സർക്കാർ രൂപീകരിക്കട്ടെ എന്ന നിലപാട് സ്വീകരിച്ച് വിശ്വാസ വോട്ടിൽ നിന്ന് DMK വിട്ടുനിന്നേക്കും. BJPയെ എതിർത്ത് അധികാരത്തിലേക്ക് ചൂടുവെച്ച വിജയെ തൽക്കാലം എതിർക്കേണ്ട എന്നാണ് പൊതുവികാരം. അതേസമയം സർക്കാർ രൂപീകരണത്തിന് ഗവർണർക്ക് വിജയ് കത്തയച്ചിട്ടുണ്ട്. കേവല ഭൂരിപക്ഷത്തിനായി ഗവർണർ നിലപാട് കടുപ്പിക്കുമോ എന്നാണ് TVKയുടെ ആശങ്ക. ഗവർണർ ഇന്ന് മറുപടി നൽകിയേക്കും. TVKയ്ക്ക് അനുകൂല നിലപാടാണ് ഗവർണർ കൈക്കൊള്ളുന്നത് എങ്കിൽ നാളെ വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കും. 9 ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മന്ത്രിസഭാ രൂപീകരണത്തിന് അന്തിമ രൂപം നൽകുന്നതിനായി ചെന്നൈയിലെ വിജയുടെ വസതിയിൽ MLAമാരുടെ യോഗം ചേർന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്ന കാര്യം പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് KK രമ. ഇതുവരെ UDFുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല. പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണമെന്നും KK രമ ആവശ്യപ്പെട്ടു. പാണക്കാട് സാദിഖ് അലി തങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രമ. നമ്മളെ കമ്മിറ്റി പാർട്ടി നിലയ്ക്ക് ആലോചിച്ചിട്ട് മറ്റു കാര്യങ്ങൾ നമുക്കൊന്നും ആലോചിച്ചിട്ടില്ല.
അല്ല എന്താ അത് പാർട്ടി ആലോചിച്ചിട്ട് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുള്ളൂ. അല്ല, കോൺഗ്രസ് ആരെ തീരുമാനിക്കുന്നോ അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുക, അല്ലാണ്ട് മറ്റ് അഭിപ്രായങ്ങളില്ല. സംസ്ഥാനത്തെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ബേക്കറികളും ഇന്ന് പണിമുടക്കി. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില കുത്തനെ ഉയർത്തിയതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആഹ്വാനപ്രകാരമാണ് 24 മണിക്കൂർ സമരം. ഓൺലൈൻ ഭക്ഷണ വിതരണവും ഉണ്ടായില്ല. ത്തിന്റെ പശ്ചാത്തലത്തിൽ വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം. സമരത്തെ തുടർന്ന് കൊച്ചി നഗരത്തിലെ മിക്ക ഹോട്ടലുകളും അടഞ്ഞുകിടക്കുകയാണ്. 19 കിലോ വരുന്ന വാണിജ്യ LPG സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. വാണിജ്യ പാചകവാതകത്തിന് സബ്സിഡി അനുവദിക്കുക, ആവശ്യാനുസരണം ഇന്ധനം ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങളാണ് ഹോട്ടൽ ഉടമകൾ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. വിലവർദ്ധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പെട്രോളിയം കമ്പനികളുടെ ഓഫീസിന് മുന്നിലേക്കും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കും ഹോട്ടൽ ഉടമകളും തൊഴിലാളികളും ഇന്ന് മാർച്ചും ധർണയും നടത്തും. പുതുക്കിയ വിലയനുസരിച്ച് നിലവിൽ സംസ്ഥാനത്ത് വാണിജ്യ സിലിണ്ടറിന് 3000 കടന്നിരിക്കുകയാണ്. ഇത് ഹോട്ടൽ മേഖലയ്ക്ക് കടുത്ത ആഘാതമാണ് സൃഷ്ടിച്ചത്. LPG നിയന്ത്രണം കാരണം സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം അടച്ചുപൂട്ടിയ ഹോട്ടലുകൾ പതുക്കെ സാധാരണ നിലയിലേക്ക് വരുന്നതിനിടെയാണ് ഈ തിരിച്ചടി. ഹോട്ടൽ, റെസ്റ്റോറന്റുകൾ, തട്ടുകടകൾ തുടങ്ങിയവയെല്ലാം വിലവർധന സാരമായി ബാധിച്ചു. പ്രവർത്തന ചെലവ് കൂടിയതിനാൽ പല ഹോട്ടലുകളിലും ഭക്ഷണ വിഭവങ്ങളുടെ വിലയും കൂട്ടിയിട്ടുണ്ട്. ഇത് ഉപഭോക്താക്കൾക്കും വലിയ തിരിച്ചടിയായി. അമൃത ന്യൂസ്, കൊച്ചി. കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുന്ന പ്രോജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുമാനം ഇറാനുമായുള്ള ധാരണയിൽ എത്തിയതിനാലാണെന്ന് ട്രംപ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ലക്ഷ്യങ്ങൾ കൈവരിച്ചുവെന്നും ഒരു ഘട്ടം അവസാനിച്ചുവെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. മറ്റൊരു വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റ് തോം ലോവുമായി ഡൽഹിയിൽ ഹൈദരാബാദ് ഹൗസിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രതിരോധ മേഖലയിൽ 6000 കോടി രൂപ മൂല്യം വരുന്ന കരാർ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിൽ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താൻ ധാരണയായി. കൂടാതെ പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ പ്രധാനമന്ത്രിയും വിയറ്റ്നാം പ്രസിഡന്റും തമ്മിൽ ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ വിയറ്റ്നാം പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകിയിരുന്നു. കണ്ണൂർ പട്ടുവത്ത് പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. പട്ടുവം കുന്നരു സ്വദേശി നമ്പ്രാൻ നാരായണിയാണ് മരിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ മാസം 26-നാണ് നാരായണിക്ക് പാമ്പുകടിയേറ്റത്. IPL-ൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. രാത്രി 7:30 ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. ആകെ 9 മത്സരങ്ങളിൽ 7 മത്സരങ്ങൾ തുടർച്ചയായി ജയിച്ച പഞ്ചാബ് 2 മത്സരങ്ങളിലാണ് തോൽവി വഴങ്ങിയത്. പോയിന്റ് പട്ടികയിൽ നിലവിൽ 1-ാം സ്ഥാനത്താണ് പഞ്ചാബ്. 3-ാം സ്ഥാനത്താണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ആഴ്സണലിന് ചരിത്ര വിജയം. 2-ാം പാദ സെമിഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ആഴ്സണൽ ഫൈനലിൽ പ്രവേശിച്ചത്. ഫൈനലിൽ ആഴ്സണലിന്റെ എതിരാളികളെ ഇന്നറിയാം. 2-ാം സെമിയിൽ ഇന്ന് ബയേൺ മ്യൂണിക് PSG പോരാട്ടം നടക്കും. മെയ് 30-ന് ബുഡാപെസ്റ്റിലാണ് ഫൈനൽ പോരാട്ടം നടക്കുക. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.